ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ചെടിയും പച്ചക്കറികളൊന്നും നടുന്നതല്ല കേട്ടോ. നമ്മൾ നട്ടിട്ട് ഉണ്ടായിണോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് പേർക്കുള്ള സംശയങ്ങളാണ്. നമ്മൾ നടുന്നത് മാത്രമാണ് കാണിക്കുന്നത്, അത് ഉണ്ടായിട്ട് പൂവിട്ടണോ ഇല്ലേതെന്നൊക്കെ അറിയണം. അത് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കാണും വേണമല്ലോ. അപ്പം നമ്മൾ ഇന്ന് അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മളെ ചെടിമരം കണ്ടില്ലേ, അത്യാവശ്യം നല്ലോണം തന്നെ പൂവിട്ടിന് കേട്ടോ. അപ്പം നല്ല പൂവിട്ട സമയമാണ്. പിന്നെ ഞാൻ ആദ്യം അധികവും ഇലച്ചെടികളാണ് നടൽ. ഈ പ്രാവശ്യം ഞാൻ കുറച്ചൊന്ന് പൂവിടുന്ന ചെടികളൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ച്. അത് നട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണണ്ടേ. നമ്മളെ റോസ ചെടികളും എല്ലാ ചെടികളും അത്യാവശ്യം തന്നെ നല്ല ഉഷാറിൽ തന്നെ ഉണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ ചെടികളൊന്നും പൈസ കൊടുത്തിട്ട് എവിടെ നിന്നും വാങ്ങിയല്ല. ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇങ്ങനെ ചെടീൻ്റെ കമ്പ് കണ്ടാൽ, നല്ല പൂവിട്ടിരിക്കുന്ന കമ്പൊക്കെ കണ്ടാൽ അവരോട് ചോദിക്കുമ്പോൾ ഒരു കമ്പൊക്കെ തരും കേട്ടോ. അത് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിട്ടാണ് ഇത്രത്തോളം ചെടികൾ ഞാൻ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോസമ്മലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നതാണ് കേട്ടോ. ചേച്ചി ഇങ്ങനെ കളക്ഷനോട് പോണതുകൊണ്ട് ചേച്ചി ഇങ്ങനെ അവിടെ ചെടി കാണുമ്പോൾ ഇന്നെ ഓർമ്മ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് 2 കഷ്ണമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരും, നമുക്ക് തരും, നമ്മൾ നട്ട് പിടിപ്പിക്കും. അതുണ്ടാകുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ നമ്മളെ ഈ മല്ലിക ചെടി കണ്ടില്ലേ, ഇതിമേലൊന്നും മുട്ട ഇട്ടില്ല, എന്നാലും എല്ലാം ഞാൻ കവറിലാണ് അധികം നടൽ. കവറിൽ പിന്നെ ചെടിച്ചട്ടിയിൽ നമ്മൾ ഒഴിവാക്കിയ ബോട്ടിൽ കുപ്പികളിൽ അതിലൊക്കെയാണ് ഞാൻ നടൽ. നമ്മൾ അങ്ങനെ വല്ലാതെ ചെടിമക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് നമ്മൾ ഒന്നും പൈസ കൊടുത്തിട്ടുള്ളൊരു പരിപാടിയും നമുക്കില്ല കേട്ടോ. നമ്മളെ ജമന്തി ചെടിമരം കണ്ടില്ല, നല്ലോണം ഇതാ മുട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ എല്ലാ ചെടികളും ഒക്കെ ഉഷാറായിട്ട് തന്നെ വന്നാണ്. പിന്നെ നമ്മളെ 10 മണി ചെടികളാണ്, അതിൽ നല്ലോണം പൂവിടാനുള്ള ടൈം നമ്മൾ കൊടുക്കുകയല്ല. കാരണം എന്താ വെച്ചാൽ അത് ഉണ്ടായി വരുമ്പോഴത്തേനും അതിന് ഒരുപാട് ഓർഡറുകൾ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ 10 മണി ചെടികൾക്ക് അതുണ്ടായി വരുമ്പോഴത്തേനും ഞാൻ കട്ട് ചെയ്ത് ഓരോരുത്തർ നമ്മളോട് ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട കേട്ടോ. ആരും നമ്മൾ വെറും കൈയോടെ വിടയല്ല. നമ്മളോട് ഒരാൾ ചെടി തരുമോ എന്ന് ചോദിച്ചാൽ ചെടി ഞാൻ തിരിച്ചു കൊടുക്കും. കാരണം എന്താ, നമ്മളെ അടുത്ത് ഉണ്ടായ ചെടികളൊക്കെ ഇതുപോലെ ഓരോരുത്തരും നമുക്ക് തന്നിട്ടുണ്ടായതാണ്. അപ്പോൾ നമ്മളതാ 10 മണി ചെടിമേലൊക്കെ പൂവിട്ടിട്ടുണ്ട്, നല്ലോണം മുട്ടിട്ടുണ്ട്. എല്ലാതും ഞാൻ കുറച്ചൊന്ന് ഉഷാറായി വരുമ്പോഴത്തേനും ആരോ ചോദിക്കുമ്പോൾ പൊട്ടിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഹെൽമെറ്റിൽ ചെടി നട്ടില്ലേനോ, ആ ഹെൽമെറ്റിലും നല്ല ഉഷാറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയ ഹെൽമെറ്റുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെടിയും പച്ചക്കറിയൊക്കെ ഒന്ന് നട്ട് നോക്കേണ്ടി. നമ്മളെ തെച്ചിതാ നല്ല ഉഷാറിൽ തന്നെ നല്ല പൂവിട്ട് നല്ലോണം നിൽക്കുന്നുണ്ട്. നമ്മളൊരു 2 തെച്ചിയാണ്, 2 തരം കളറിലാണ് നമ്മളെ കയ്യിലുള്ളത്. ഒന്ന് ചുമപ്പും ഒന്ന് മഞ്ഞ കളറിലും കേട്ടോ. അപ്പോൾ ചുമപ്പുമ്പോൾ നന്നായിട്ട് പൂവിട്ടിന്, മഞ്ഞമ്മലും മുട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്താണ് ഇതൊക്കെ നടുമ്പോൾ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ ഐറ്റളും തിരിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് പൂവിട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഐറ്റളൊക്കെ മരട്ട് പോയി ഇങ്ങനെ നോക്കി നിന്ന്. എനിക്ക് എന്താണെന്നറിയാം, ചെടീനോട് പച്ചക്കറീനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യം കേട്ടോ. എത്ര നേരം ഞാൻ അയിമര് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങൾക്കൊന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ഈ റോസ ചെടി നട്ടത് നമ്മൾ എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉണങ്ങാടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ബോക്സിലാട്ടോ നമ്മൾ റോസ ചെടി നട്ടത്. എല്ലാത്തിലും ഞാൻ നടും, ഒരു സാധനം ഞാൻ ഒഴിവാക്കുകയല്ല. എന്താണോ ഉള്ളത് അതിലൊക്കെ നട്ട് പിടിപ്പിക്കും. പിന്നെ നമ്മളെ ബോഗൺവില്ല ഇതാ അത്യാവശ്യം തന്നെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഉയർന്നിങ്ങോട്ട് വന്നാണ്. നമ്മളൊരു കമ്പ് വെട്ടി ഇനി മാറ്റി പിരിച്ച് കുഴിച്ചിടണം. പൂവിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കമ്പ് വെട്ടി കുഴിച്ചിടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, നമുക്ക് ഉണ്ടായാലാണല്ലോ മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയുക. പിന്നെ ഈ ചെടി ഞാനിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഞാനിങ്ങനെ നല്ലോണം പിടിപ്പിച്ചെടുത്ത് ഇപ്പോൾ നല്ല ഉഷാറിൽ തന്നെ നമ്മൾ ഉണ്ടായി വന്നാണ്. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇതിൻ്റെ കമ്പ് കൊടുത്തിന്, എന്നിട്ടൊന്നും ഒരിക്കലും ഉണ്ടാവണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇതിന്മേന്ന് കമ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് ചെറിയ ഇതിലേക്ക് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ട് ഉണ്ടായതിന് ശേഷം അവർക്ക് കൊടുക്കാം കേട്ടോ. ഉണ്ടാവില്ല, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കൊടുത്തു, ആരും ഇത് പിടിക്കണില്ല എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല. നമ്മളിത് മലമ്പുഴയിൽ പോയപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഒരു ചെറിയൊരു കമ്പ് പൊട്ടിച്ച് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിരുന്നു. പിന്നെ നമ്മൾ പോപ്പിച്ചെടിയിലൊക്കെ നല്ല നിറയെ മുട്ട ഇട്ടുകയും ചെയ്താണ് പൂവിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഇത് പല കളറിലുള്ളതും ഉണ്ട്. ഇത് ഓറഞ്ച് കളർ, വൈറ്റ്, റോസ്, ഇതൊക്കെ ഇങ്ങോട്ട് പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ ഈ ചെടിയൊക്കെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്മേ പുഴു വരുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വേഗം പുഴു വന്ന് നല്ല ഇതിൻ്റെ തണ്ട് തിന്നാനൊരു എളുപ്പമാണല്ലോ പുഴുവിന്. അത് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടെടുക്കണം. പിന്നെ നമ്മളെ മഞ്ഞ കൊളാമ്പി എന്ന് പറയട്ടെ പൂവ്, ഇതൊക്കെ അതാ ഉഷാറായിട്ട് ഇങ്ങോട്ട് ഇതൊക്കെ ഒന്ന് കുറച്ചൊന്ന് വളർന്ന് പോയി, നമുക്ക് വെട്ടി കൊടുക്കണം. ഇപ്പം ഞാൻ വെട്ടണ ഒരു സമയമല്ലല്ലോ. പിന്നെ നമ്മളെ ചെമ്പരത്തി, ഈ ചെമ്പരത്തി ഞാൻ എത്ര ഇവിടുന്ന് ഒഴിവാക്കിയാലും അത് പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് വലിയൊരു ഇഷ്ടമല്ല ചെമ്പരത്തി ചെടിനോടൊന്നും വലിയൊരു താല്പര്യമില്ല കേട്ടോ.
എന്നാലും അവിടെ അങ്ങനെ ഉണ്ടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, അങ്ങനെ ഇപ്പോൾ ഒന്ന് വെട്ടി മാറ്റുന്ന ഒരു സമയമല്ല, ഒക്കെ ഒന്ന് ഒരു മഴ പെയ്തിട്ട് നമുക്കൊക്കെ ഒന്ന് വെട്ടി മാറ്റി നട്ട് പിടിപ്പിക്കണം. എന്നിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കും വേണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലൊക്കെ നമ്മളെ ചെടികൾ നട്ട് പിടിപ്പിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന ഉറപ്പാണ്. നട്ട് പിടിപ്പിച്ചിട്ട് മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങൾക്ക് പൂവിട്ട് നിൽക്കുന്നതും കാണല്ലോ. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ പൂവിട്ടിരിക്കുന്നത്, അതുപോലെ ഞാൻ നിങ്ങൾക്ക് പച്ചക്കറികളും നമ്മൾ ഉണ്ടായതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം എന്ത് ഭംഗിയില്ല, ഇതിങ്ങനെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. അതുപോലെ അതിലിങ്ങനെ പൂമ്പാറ്റകൾ ഇങ്ങനെ വന്നിങ്ങനെ പാറി അതിൻ്റെ തേൻ കുടിക്കുന്നതൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് ആസ്വദിക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു വഴിപാട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ചെടികൾ നമ്മളിങ്ങനെ തണലത്ത് വെച്ചതാണ്, ഒക്കെ ഉഷാറായി ഉണ്ടായി വന്നിട്ട് നമുക്ക് വെയിലത്തേക്ക് എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഈ ചെടീൻ്റെ പേരാണ് പൂച്ചവാല്. ഈ ചെടി ഉഷാറായിട്ട് ഇതൊരു തണലാണ് നമ്മളെ വീട് മുറ്റത്ത് കേട്ടോ. ഇതുപോലെ പൂവിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മളെ വീട് കേട്ടോ. റോഡിൽ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് കയറും. വീട്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു കയറ്റാന്നേ ഉള്ളൂ, എന്നാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.